MMV ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് തകർച്ചയായി നിൽക്കുന്ന ഒരു എക്കണോമിയിൽ ആ സമയത്ത് എങ്ങനെയാണ് ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ നേരിടേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. സാധാരണ പറയാറുള്ളത് എ ബാഡ് എക്കണോമി ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ആൻ ഓൺട്രപ്രണർ എന്നാണ് പറയുന്നത്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാഡ് എക്കണോമി എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാനതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എക്കണോമി എല്ലായ്പ്പോഴും ഒരുപോലെ നിലനിന്ന് പോവുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. എക്കണോമിയിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. എക്കണോമി മെച്ചപ്പെടാം, താഴേക്ക് പോകാം, സ്റ്റെക്കായി നിൽക്കാം, ചിലപ്പോൾ അത് കുറച്ച് കാലങ്ങൾ തുടരാം, ചിലപ്പോൾ പെട്ടെന്ന് മാറ്റങ്ങൾ വരാം. ഇതെല്ലാം ബിസിനസ്സിൻ്റെ ഭാഗമാണ്. ഇങ്ങനെയുള്ളൊരു എക്കണോമിയിലാണ് നമ്മൾ ബിസിനസ് തുടങ്ങുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം ബിസിനസ് തുടങ്ങുവാൻ, അല്ലെങ്കിൽ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ. അപ്പോൾ ഇതിനാദ്യം മനസ്സിലാക്കുക. രണ്ടാമത്, നമ്മുടെ എക്കണോമിക്കൽ കണ്ടീഷൻ താഴേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ അതിലെനിക്ക് പറയാനുള്ളത്, ഒന്ന്, ആ ഒരു കാലഘട്ടത്തിൽ ആ ബിസിനസ്സിനെ നിലനിർത്തി കൊണ്ടുപോവുക എന്നായിരിക്കണം അജണ്ട. വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുകയോ വലിയ ഒരു ഗ്രോത്ത് ഉണ്ടാക്കുകയോ ചെയ്യുന്നതിന് പകരം ആ ബിസിനസ്സിനെ നിലനിർത്തി കൊണ്ടുപോവുക, മറ്റൊരു നല്ലൊരു എക്കണോമിക്കൽ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് ബിസിനസ്സിനെ തയ്യാറാക്കുക. അപ്പോൾ ഈ സന്ദർഭങ്ങളിലാണ് ശരിക്കും ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്ഷൻസൊക്കെ കൊണ്ടുവരാൻ പറ്റുക. ഉദാഹരണമായിട്ട് പുതിയ സിസ്റ്റത്തിനെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഉള്ള സിസ്റ്റത്തിൽ പുതിയ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. കാരണം മാർക്കറ്റ് പ്രഷർ കുറവായിരിക്കും, എംപ്ലോയീസിന് കൂടുതൽ സമയം ലഭിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ ഏറ്റവും ബെസ്റ്റ് ഇത്തരം എക്കണോമിക്കൽ, അതായത് ഇൻറ്റേർണലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്. അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന എക്കണോമിയിലേക്ക് പമ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കണം. ഉദാഹരണമായിട്ട് ഫണ്ടുകൾ കണ്ടെത്തുക, അതുപോലെ തന്നെ പുതിയ ആ കാലഘട്ടത്തിന് വേണ്ട രൂപത്തിലുള്ള പ്രൊഡക്റ്റുകളെ കണ്ടെത്തുക, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളെ ചേഞ്ച് ചെയ്യുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ തകർന്നു നിൽക്കുന്ന എക്കണോമിയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയും. പലപ്പോഴും ആളുകളത് മറന്നു പോവുകയാണ്. അപ്പോൾ ഇത്തരം സമയങ്ങളിലാണ് വലിയ ഇന്നോവേഷൻ കൊണ്ടുവരാൻ കഴിയുക. നിങ്ങൾ വളരെ തിരക്കുള്ള ബിസിനസ് സന്ദർഭങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. അപ്പോൾ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ആണ് അതിനുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ആ ഫ്ലെക്സുവേഷനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. അപ്പോൾ അത് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുക, ആ ബിസിനസ്സിനെ നിലനിർത്തി കൊണ്ടുപോവുക, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ആ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത് വരുന്ന വലിയ ഒരു മാർക്കറ്റിലേക്ക് എത്താൻ ആവശ്യമായ എല്ലാ ഊർജവും സംഭരിക്കുക മാത്രമല്ല അതിനാവശ്യമായ ക്രിയാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതും വളരെ പ്രധാനമാണ്. എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക, കാരണം അവർക്ക് ട്രെയിനിങ്ങിന് പോകാൻ സമയം ഉണ്ടാവും, അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് സമയം മാറ്റിവെക്കാൻ കഴിയും. അതുപോലെ തന്നെ പുതിയ സിസ്റ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ എക്കണോമി ഡൗൺ ആയിരിക്കുന്ന തിരക്ക് കുറച്ചുള്ള സമയങ്ങളെന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് എക്കണോമി താഴേക്ക് പോകുന്നത് പോലും വലിയ ഓപ്പർച്യൂണിറ്റിയാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇത്തരം ബിസിനസ്സുമായി ബന്ധപ്പെട്ടവും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങളുമായി ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീണ്ടും അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് നേരിൽ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.